ഹായ് അസ്സലാമു അലൈക്കും. കിസൽ കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് ബോംബെയിലേക്കുള്ള ഓർഡറാണ്. അപ്പോൾ ഫ്രൈ ആക്കിയിട്ട് കൊടുക്കേണ്ടത് സമൂസ, ഉന്നക്കായി, റോള്. ഫ്രൈ ആക്കിയിട്ടും ഫ്രോസൺ ആയിട്ടും കൊടുക്കാനുള്ള ഓർഡർ ഉണ്ട്. അപ്പോൾ ഇത് ഉന്നക്കായി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ, കുറച്ചധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇത് പിന്നെ ഇപ്പോൾ ബോംബെക്കുള്ളതുകൊണ്ട് പിന്നെ ഒരു ഷോപ്പിലേക്ക് കൊടുക്കുന്നില്ലേ, അത് കൊടുക്കാനും ഉണ്ട്. അപ്പോൾ അങ്ങനെ 2 ഓർഡർ ഉണ്ട്. അപ്പോൾ ഉന്നക്കായി കുറച്ച് 4 കിലോ ഉന്നക്കായി ആക്കുന്നുണ്ട് ഞാൻ. ഇത് കുറച്ചധികം തന്നെ ഉള്ളതുകൊണ്ട് 4 കിലോ. അപ്പോൾ നല്ല ചൂടോടെ ഇതാക്കിയിട്ട് ഞാൻ കാണിച്ചതിന് മുമ്പും കാണിച്ചിന്, നല്ല ചൂടോടെ തന്നെ അരക്കണം. പിന്നെ എന്നിട്ട് നോക്കണം, ഇടയിൽ ഇങ്ങനെ നോക്കിയിട്ട് അരിഞ്ഞിനാന്ന് നോക്കിയിട്ട് അരിഞ്ഞത് എടുക്കണം. അരയാത്തത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. ഇതിൻ്റെ സൈഡിൽ നിന്നെല്ലാം എടുത്തിട്ട് ഇട്ടുകൊണ്ട് വെക്കണം. അപ്പോൾ ഗ്രൈൻഡറിൽ എങ്ങനെ അരക്കലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണിച്ചതിന് മുമ്പ്, എന്നാലും പിന്നെ ഇത് വീഡിയോ കാണാത്ത ആൾക്കാർ വേണ്ടിയിട്ട് ഞാൻ പിന്നെയും പറയുന്നത്. അപ്പോൾ ഉന്നക്കായി എല്ലാം ആക്കിയിട്ട് ഇതാ ഞാനൊരു ഷീറ്റ് ഫ്രീസറിൽ ഫ്രീസാക്കുന്ന എങ്ങനെ, പിന്നെ പാക്കാക്കുന്ന എങ്ങനെയാണെന്നെല്ലാം ചോദിച്ചിന്. അപ്പോൾ ഫ്രീസാക്കുന്നതാ ഞാൻ അടിയിലൊരു ഷീറ്റ് വെച്ചിട്ട് ഉന്നക്കായി ഫുള്ള് നിരത്തി വെച്ച്, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പിന്നെ ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് വെച്ചാൽ മതി. അപ്പോൾ മുകളിൽ വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇതാക്കിയിട്ട് ഞാൻ വെക്കൽ. അപ്പോൾ ഇതാ 2 ലെയറും ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടതല്ലേ. അപ്പോൾ പിന്നെ 50-ലധികം ഉണ്ട്, 60-ൻ്റെ അടുത്തുണ്ടെന്ന് തോന്നുന്നു. 60 അങ്ങനെ അടുത്ത് ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതെല്ലാം നല്ല ഫ്രീസായ പിന്നെ കാണിക്കുന്നത്, നല്ല കല്ല് പോലെ ഉണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഇങ്ങനെ നല്ല ഫ്രീസായതിന് ശേഷം നമ്മൾ പാക്കാക്കുക. അതിന് മുന്നേ പാക്കുക, നമ്മൾ ഉണ്ടാക്കിയ പാടന്നെ പാക്കാക്കാൻ പാടില്ല. അപ്പോൾ എല്ലാം ഒട്ടിപ്പിടിക്കും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയെങ്കിൽ നമുക്ക് ഒട്ടിപ്പിടിച്ചത് ഇതെല്ലാം എടുത്തേ പിന്നെ നമുക്ക് പാക്കാക്കിയെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ഒന്നാവേല. അപ്പോൾ ഡൗട്ട് മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ഉന്നക്കായി എല്ലാം ഇതായിട്ടുണ്ട്. അതാ നോക്ക്, അടിയിലും അങ്ങനെ നല്ല ഫ്രീസായിട്ട് കാണുന്നില്ല, നല്ല ഐസെല്ലാം പോകുന്നുണ്ട്, നല്ല ഇതുപോലെ മഞ്ഞ പോലെ ഐസെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതാ ഒട്ടിപ്പിടിച്ചതിനെല്ലാം നമുക്കിങ്ങനെ എളുത്തിയിട്ട് എടുക്കാം. അല്ലാതെ നമ്മൾ ഇത് മുമ്പ് തന്നെ കവറിലാക്കിയിട്ട് വെച്ചെങ്കിൽ നമുക്ക് പിന്നെ എന്തും ചെയ്യാൻ പറ്റില്ല, ഒന്നിച്ചിട്ട് കുറേ ഇതാവും. അപ്പോൾ നമുക്കിത് ഫ്രീസായിട്ടാകുമ്പോൾ ഇതിനെല്ലാം ഇതാ സെപ്പറേറ്റ് ആക്കുന്നതുണ്ടാ, ഇതിങ്ങനെ എല്ലാം പെട്ടെന്ന് തന്നെ ശരിയാവും. അപ്പോൾ നമുക്ക് ഈ ഉന്നക്കായി ഇതാകുന്നത് ചോദിച്ച ആൾക്കെല്ലാം ക്ലിയറായി എന്ന് തോന്നുന്നു. അപ്പോൾ മുമ്പത്തെ വീഡിയോ കാണാത്ത ആൾക്ക് ഞാൻ പിന്നെയും പറഞ്ഞത്, ഒരാൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാക്കാക്കൽ എങ്ങനെ, ഫ്രോസൺ എങ്ങനെ പാക്കാക്കൽ, ഉന്നക്കായി എങ്ങനെ പാക്കാക്കൽ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർക്കും വേണ്ടിയിട്ട് ഞാൻ ഇത് പറഞ്ഞത്. അതിന് ശേഷം ഞാനിത് പിന്നെ സമൂസൻ്റെ മസാല ആക്കുന്ന ഉണ്ട്. സമൂസൻ്റെ മസാല ആക്കുന്ന കുറേ ആളായി ചോദിക്കുന്നത്, എനിക്ക് സമയം കിട്ടുന്നില്ല. പിന്നെ ഷീറ്റ് ഇതാ നല്ല പിന്നെ കവറിൽ ഇതായിട്ടുണ്ട്, നല്ല ചൂടാക്കിയിട്ടായിട്ട് ഞാൻ കവറിൽ വെച്ചത്. അപ്പോൾ സമൂസൻ്റെതല്ലേ ഞാൻ പറയാം, ഒരു 4 വലിയ ഉള്ളി, പിന്നെ ഒരു ചിക്കൻ്റെ പകുതി എടുക്കണം വേവിച്ചിട്ട്, പിന്നെ 4 ഉള്ളി ഇതാക്കിയിട്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം, പിന്നെ പച്ചമുളക് ഞാൻ 3 ഇതാക്കിയത്. അപ്പോൾ അതെല്ലാം ആക്കിയത്, ഇത് റോളിൻ്റെത്. അപ്പോൾ സമൂസ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്, അങ്ങനെ അത് ഫ്രീസാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ സമൂസ ഞാൻ പറയുന്നത് ഒരു 26-27 എല്ലാം ആണെങ്കിൽ അല്ലേ, 30-ൻ്റെ ഉള്ളിൽ സമൂസ ആണെങ്കിൽ ഒരു 1.5 കിലോൻ്റെ കോയിൻ്റെ പകുതി എടുക്കണം, 4 ഉള്ളി എടുക്കണം. പിന്നെ ക്യാബേജ്, പിന്നെ നമ്മൾ കൈയിനോട് ഇങ്ങനെ നല്ലതായിട്ട് ഫുള്ളായിട്ട് എടുക്കണം, 3 കൈ എടുക്കണം. ഞാൻ ഇപ്പോൾ പറയുന്ന മാത്രം, ഞാൻ അടുത്ത വീഡിയോ ഇൻഷാ അല്ലാ എന്തായാലും കാണിച്ചു തരാം. എനിക്ക് സമയം കിട്ടുന്നില്ല, ഇത് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് മറന്നുപോയത്. പിന്നെ അങ്ങനെ റോളും സമൂസ എല്ലാം ആയിട്ടുണ്ട്. പിന്നെ ഇനി ഫ്രൈ ആക്കാനുണ്ടത്. അപ്പോൾ ഫ്രൈ ആക്കാനുള്ളതെല്ലാം ഞാൻ ഇതാ വെച്ച് ഇപ്പോൾ ഫ്രൈ ആക്കുന്നത്. ഇപ്പോൾ രാവിലെ 9 മണിയാകുമ്പോൾ തന്നെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുന്നത്തെ രാത്രി തന്നെ മുമ്പത്തെ ദിവസം തന്നെ ഞാൻ ഇതെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന്, ഫ്രോസൺ ആവാനും ഉണ്ടല്ലോ. അപ്പോൾ ഇതാ ഉന്നക്കായി ഇതാ ആക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു ട്രേയിൽ വെക്കുന്നുണ്ട്, ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എണ്ണയെല്ലാം പോകാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഉന്നക്കായി കഴിഞ്ഞതിന് ശേഷം സമൂസ ആക്കുന്നുണ്ട്. അപ്പോൾ സമൂസ എങ്ങനെ ക്രിസ്പി ആയിട്ട് കുറേ നേരം വെക്കാമെന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സമൂസ ക്രിസ്പി ആയിട്ട് വെക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് മെല്ലനെ ഫ്രൈ ആക്കിയാൽ മതി, പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ പാടില്ല. അപ്പോൾ നല്ല ക്രിസ്പി ആയി കിട്ടില്ല. അപ്പോൾ റോളും സമൂസയും അങ്ങനെ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പം റോളും സമൂസ ആക്കുന്നുണ്ട്. അപ്പോൾ സമൂസ എല്ലാം റെഡി ആയിട്ടുണ്ട്.
ഇനി ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. ഇനി റോള് ഉണ്ടാക്കുന്നുണ്ട്. റോളും അങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഫസ്റ്റ് ഇട്ടിട്ട് ഇട്ടതിന് ശേഷം ഒന്ന് മറിച്ചിട്ടതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. പിന്നെ തിരിച്ച് മറിച്ച് ഇട്ടുകൊണ്ട് നിൽക്കാം. അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. എപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇപ്പോൾ ആക്കാൻ പാടില്ല. പെട്ടെന്ന് ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് നമുക്കിതെല്ലാം സമയം എടുത്തിട്ട് ചെയ്യേണ്ട സാധനം. കുറേ പെട്ടെന്ന് ചെയ്തിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് ചെയ്തിട്ട് എടുക്കുക എങ്ങനെയാണെന്ന് പറഞ്ഞെങ്കിൽ അപ്പം തന്നെ കഴിക്കുന്നുണ്ടെങ്കിൽ, അല്ലാതെ നമ്മൾ ഇങ്ങനെ കുറച്ച് നേരത്തേക്ക് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇനി അതെല്ലാം ഫ്രൈ എല്ലാം ആക്കി കഴിഞ്ഞ് ഇനി ഇത് പാക്ക് ആക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ ഞാൻ ഫ്രോസൺ ആക്കിയത് കണ്ടില്ലേ. ഈ ഫ്രോസൺ ആക്കിയത് നമുക്ക് ഓരോന്നായിട്ട് പാക്കാക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോന്നാക്കിയിട്ട് പാക്കാക്കി പിന്നെ ഒട്ടിപ്പിടിക്കുകയില്ല. ഒന്നിച്ചിട്ട് ഫ്രൈ നമ്മൾ ആക്കിയ പാടെ തന്നെ ഇങ്ങനെ ഇതിലേക്ക് ഇട്ടിട്ട് വെച്ചെങ്കിൽ അത് ഫുള്ള് എത്ര ഇടുന്നു അതെല്ലാം ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇങ്ങനെ ആക്കിയെങ്കിൽ ഒട്ടിപ്പിടിക്കുകയില്ല. അതുപോലെ തന്നെ ഏത് സ്നാക്സും അങ്ങനെ ഉന്നക്കായി എന്നല്ല, റോള്, സമൂസ, കട്ട്ലറ്റ് ഏത് സാധനമായെങ്കിലും നമുക്ക് ഫ്രീസ് ആക്കിയിട്ടേറ്റ് അതിനെല്ലാം ഇപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇതുപോലെ പാക്കാക്കിയെങ്കിൽ ഒന്നും ആവില്ല. പിന്നെ അങ്ങനെ എപ്പോൾ അത് ചെയ്യുന്ന ആൾക്ക്, ഇപ്പോൾ ഇനി ചെയ്യാൻ തുടങ്ങാൻ ആഗ്രഹമുള്ള ആൾക്കല്ല ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് വെച്ചാൽ മതി. ആ കൊടുക്കുന്ന സമയത്ത് പാക്കാക്കി കൊടുത്താൽ മതി. മുമ്പേ പാക്കാക്കിയിട്ട് വെക്കണമെന്നൊന്നും ഇതില്ല. നമ്മൾ ഇന്ന് കൊടുക്കുന്ന സമയത്ത് പാക്കാക്കിയിട്ട് വെക്കാം. അപ്പോൾ അങ്ങനെ സമൂസയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമൂസ എല്ലാം 3 സമൂസ, റോള്, ഉന്നക്കായി എല്ലാം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിന് ഫ്രോസണായിട്ട്. ബാക്കി ഫ്രൈ ആക്കിയിട്ട് കൊടുത്തത്. അപ്പോൾ ഫ്രോസണിൻ്റെ ഇതുമായി. പിന്നെ ഇനി അതിലേക്ക് സ്റ്റാപ്പിളർ ഒട്ടിച്ചിട്ട് സ്റ്റിക്കർ ഒട്ടിക്കാനുള്ളത്. സ്റ്റാപ്പിളർ ഒട്ടിച്ചാൽ സ്റ്റാപ്പിളറിൽ പിന്നെ ഇതാക്കിയിട്ട് അതിൽ സ്റ്റിക്കറെല്ലാം ഒട്ടിക്കുക. അപ്പോൾ സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ചിട്ടെല്ലാം കൊടുക്കുമ്പോൾ നമുക്കൊരു ഇതായി. പിന്നെ ഫുഡ് ലൈസൻസ് എടുക്കണം. ഇങ്ങനെ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫുഡ് ലൈസൻസ് എടുക്കുക. അക്ഷയയിൽ പോയാൽ നമുക്ക് ഫുഡ് ലൈസൻസ് കിട്ടും. പിന്നെ അത് എത്ര കൊല്ലത്തേക്ക് എടുക്കുക, 1 കൊല്ലത്തേക്ക് വേണമെങ്കിൽ 1 കൊല്ലത്തേക്ക്, 2 കൊല്ലത്തേക്ക്, അങ്ങനെയെല്ലാം അവിടെ പോയിട്ട് എല്ലാം പറഞ്ഞാൽ എല്ലാം അവർ പറഞ്ഞു തരും എങ്ങനെ ചെയ്യേണ്ടത്, എന്ത് ചെയ്യേണ്ടതെന്നെല്ലാം അവിടെ പോയിട്ട് ചോദിച്ചെങ്കിൽ മതിയാകും തുടങ്ങാൻ. അപ്പോൾ ബോംബെക്കുള്ള സ്നാക്സ് എല്ലാം 9 മണിയാകുമ്പോൾ തന്നെ അവർ വന്നിട്ട് കൊണ്ടുപോയി. പിന്നെ ഇത് ഷോപ്പിലേക്കുള്ള, ഞാൻ പറഞ്ഞില്ല അധികം ഉണ്ടാക്കുന്നുണ്ട്, ഷോപ്പിലേക്ക് കൊടുക്കാനുള്ളത്, അത് ഉച്ചയ്ക്ക് മുമ്പ് കൊടുക്കാനുള്ളത്. അപ്പോൾ അതും ബോക്സിലാക്കിയിട്ട് വെക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ ബോക്സിലാക്കിയിട്ട് വെക്കുന്നത്. അപ്പോൾ ഒരു ബോക്സിൽ 10 പിടിക്കും. ഒരു ബോക്സിൽ ഈ ബോക്സിന് 12 രൂപ. പിന്നെ ഇതിൻ്റെ വലിയ ബോക്സ് കിട്ടുന്നത് 15-ൻ്റെ. പിന്നെ ഇതിൻ്റെ ചെറിയൊരു ബോക്സും കിട്ടുന്നത് 10 രൂപേൻ്റെ. അപ്പോൾ അതിലത്ര പിടിക്കുന്നില്ല, ഒരു 8 പിടിക്കും. ഇത് 10 പിടിക്കുന്നത്. പിന്നെ വലിയതിൽ നല്ല 15 പിടിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആൾക്കാരെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പുതിയ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.